ഹലോ ഗായ്സ്, നമ്മളിന്ന് നമ്മുടെ നാട്ടിൽ വോട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നലെ വാഴ 2 കണ്ട സ്നേഹത്തിൽ എന്നോട് ചേച്ചി മിണ്ടുന്നില്ല, പൊളിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇലക്ഷന് വോട്ട് ചെയ്യണം. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നിൽക്കുന്നത് കേരളത്തിലാണ്, നമ്മൾ ഉപയോഗിക്കുന്നതും എല്ലാം ഇവിടുത്തെ റിസോഴ്സസ് ആണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റി ഒക്കെ തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് ആയിരിക്കും. നമ്മൾ വൈസ്ലി തിരഞ്ഞെടുക്കുക ആരാണ് ഇനി ഭരിക്കാൻ പോകുന്നത്. ഓക്കെ, ബായ്. അപ്പം നാട്ടിലെത്തിയിട്ട് കാണാം. ഗൈസ്, അമ്മ ചക്ക മേടിക്കാൻ പോയി. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടെ തന്നെ കിളിപ്പിക്കുന്ന ചീര പറിക്കാൻ പോവുകയാണ്. ഇതാ എൻ്റെ അമ്മൂമ്മ, ഇത് ചീര. ഇതിവിടെ തന്നെ കൃഷി ചെയ്ത് അമ്മൂമ്മ തന്നെ നട്ട് വളർത്തി ഉണ്ടാക്കിയ ചീര. ഈ ചീരയാണ് ഞാനിപ്പോൾ ഉച്ചയ്ക്ക് സാപ്പിട്ടത്. അപ്പൊ ഇതിലും വലുതാവത്തില്ല, ഇത്ര അപ്പൊ എല്ലാരും വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ തിന്നുക, അല്ലെങ്കിൽ നേരത്തെ വടിയാവും വല്ല കടയിൽ നിന്ന് മേടിച്ചു തിന്നു. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അമ്മമ്മ ഫുള്ളങ്ങ് പറിക്കുക. കരുമാടിയിലെ കർഷകശ്രീ അവാർഡ് കിട്ടുക അമ്മമ്മയ്ക്ക്. ഇവിടെ ഞാൻ വരുമ്പോൾ എപ്പോഴും കാണുന്നതാണ് ഈ ഒരു വണ്ടി. എൻ്റെ കോളേജിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കും. ഞങ്ങളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് 5-6 പേരാണ് ഈ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം ഈ വണ്ടി കട്ടപ്പുറത്താണ്, ഇത് തൂക്കി വയ്ക്കാൻ പോവാ. നമ്മളില്ലേ ഹലോ പറഞ്ഞു. ഹലോ ഇങ്ങനത്തെ മുളക് ഞാൻ ആദ്യമായിട്ടാണ്. ഉണ്ടമുളക്, ഇതറിയുന്നവർ കമന്റ് ചെയ്യുക. ഉണ്ടമുളക് എനിക്കറിയാമെന്ന് പറഞ്ഞ് കമന്റ് ചെയ്താൽ മതി. മൂവാണ്ടൻ മാന്തോപ്പിൽ കണ്ടപ്പത്തട്ടേ കണ്ടു. മാങ്ങ ഇങ്ങനെ നിങ്ങൾ മറ്റേ മുള വെച്ച് പറിച്ചിട്ടുണ്ടോ? ഞാൻ പറിച്ചു. ലോട്ട് ഓഫ് നൊസ്റ്റാൾജിയ. മാങ്ങ ഒക്കെ തോട്ടി വെച്ച് പറിച്ചിട്ട് പണ്ടത്തെ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. അങ്ങനെ എന്താ അമ്മ ചെരിച്ചെടുക്ക, ചെരിച്ച് അങ്ങനെ എടുക്ക. റെഡ് ഞെക്കുകയോ? അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ കുട്ടനാടിന്റെ ഭംഗി. അയ്യോ, ഇത് എടുത്തു വന്നപ്പോഴേക്കും ഭംഗി തീർന്നു പോയി. പിന്നെ അമ്മയ്ക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല, കഴിഞ്ഞ്. ഗൈസ്, ചക്ക ഒരുക്കുകയാണ് ഇവിടെ അമ്മൂമ്മയും അച്ഛനും. ഗൈസ്, ഇത് കുരുവില്ലാത്ത, അല്ല ചക്ക കുരുവുള്ളത്, കുരു കളഞ്ഞത്. ചക്കയുടെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. ഇതാണ് ഞങ്ങളുടെ നാട്ടിലത്തെ വീട് ഞാൻ കാണിച്ചത്. സോ ഇതാണ് നമ്മുടെ നാട്ടിലത്തെ വീട്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ കാണിക്കുകയാണെങ്കിൽ ഇതാണ് നാട്ടിലത്തെ വീട്. അകത്തോട്ട് കയറി ചെന്നാൽ എന്തുണ്ട്? ഹാളുണ്ട്. ഇതാണ് ഹാള്. ഇതൊരു പീസ് ഓഫ് ആർട്ട് ഓഫ് വുഡ്. എൻ്റെ അച്ഛൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. ഇത് ഞാനും വാവച്ചനും. ഹലോ അച്ഛാ. കേസ് വേറെ ഒരു സംഭവം, ഇവിടെ കൊപ്ര
കിടക്കുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ തേങ്ങ ഇങ്ങനെ ഉണക്കി കൊപ്രയാക്കി ആട്ടിയാണല്ലോ വെളിച്ചെണ്ണയാവുന്നത്. അപ്പോൾ നമ്മൾ കൊപ്ര ഇവിടെ ഇത് ഉണക്കാൻ ഇട്ടിരിക്കുകയാണ് ഫ്രം ദിസ് സൺലൈറ്റ്. പിന്നെ ഇവിടെ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് മാങ്ങാസ്. വൗ, just see that. യം യം. പിന്നെ ഇവിടെ ഇതിനിടയ്ക്ക് നോക്കി കഴിഞ്ഞാൽ അമ്പലപ്പറമ്പ് കാണാം. അവിടെ ക്രിക്കറ്റ് കളിയുണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ ഇത് ഞങ്ങളുടെ സ്വന്തം കണ്ടത്തിലേക്ക് പോകുന്ന വഴിയാണ്. എത്ര മനോഹരമായിരിക്കുന്നു നോക്കൂ. വാവ്. പണ്ട് മുതലേ ഈ വഴിയൊക്കെ വരുമായിരുന്നെങ്കിലും ഈ വഴി നന്നാക്കിയിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. സൈഡിലോട്ട് ഇത് നമ്മുടെ കണ്ടമാണ്, കൃഷി ചെയ്യുന്ന ഭൂമി. വാവ്, അതെ നോക്കൂ, എൻ്റെ അച്ഛനും അമ്മയും നടക്കുന്നത്. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി. പണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് എൻ്റെ കാല് ഫുള്ള് പൂഴ്ന്ന് പോയിട്ടുണ്ട്. അന്ന് കുറച്ച് ബംഗാളിൽ നിന്ന് വന്ന വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ പോലെ തന്നെ അമ്മ എന്നെ നോക്കാൻ വിട്ടതാണ്. ഞാൻ അവരുടെ പോലെ തന്നെ ഒരു ജേഴ്സിയൊക്കെ ഇട്ട് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ അവരുടെ കൂട്ടത്തിലുള്ളതെന്ന് വിചാരിച്ച് എനിക്ക് ഭക്ഷണവും കന്നാസിലുള്ള വെള്ളമൊക്കെ കിട്ടി. ഞാൻ ഒന്നും മിണ്ടിയില്ല, ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് എല്ലാം കഴിച്ചു കുടിച്ചു. ഇവിടെ തന്നെയുള്ള ചെറിയൊരു അമ്പലമാണ്. നമ്മുടെ ഒരു ബന്ധു റിലേറ്റീവ്, എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ്. നാവള്ളി എന്ന് പറയും. ഒരു ചേട്ടൻ നൈസായിട്ട് വള്ളത്തിൽ പോകുന്നു. Just look at this man. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചെരുപ്പിടാവോ അമ്മ? ഇവിടെ വരെ so beautiful. ഇപ്പോൾ ഇതിലെ കൂടെ പോകുന്നെങ്കിൽ ഈ ഒരു വ്യൂ ഇസ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ വോട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. രാത്രി ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരും. പക്ഷെ ഉറങ്ങരുത്. കാരണം എന്താ ചേച്ചി? മരിച്ചു പോകും. നമ്മൾ മരിക്കാനല്ലല്ലോ ജീവിക്കുന്നത്. നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്തിനാണ്? ഒന്നും നടക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. ഉറക്കം വരുന്നുണ്ടെങ്കിൽ എന്നെ പോലെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ നേരെ സ്ട്രെയിറ്റ് ടു എറണാകുളം. ബൈ. MG man.